ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ണിയപ്പം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പഴവും അരിയും ശർക്കരപ്പാനിയോ തേച്ചിലോ ഓർമ്മ വരാം. എന്നാൽ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് പഴത്തിന് പകരം ഈന്തപ്പഴമാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഈന്തപ്പഴം നമ്മൾ കഴുകി വെക്കാം. കഴുകി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കുതിരാൻ വെക്കാം. അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈന്തപ്പഴം വെള്ളത്തിൽ നിന്ന് മാറ്റാം. കാരണം ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുരു മാറ്റിയെടുക്കണം. കാരണം നമ്മളിതിൽ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ കുരു ഇട്ട് കഴിഞ്ഞാൽ ഇത് മിക്സി കംപ്ലൈൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കപ്പ് അരിയിലേക്ക് 2 കപ്പ് ഈന്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഞാൻ 1 സ്പൂൺ വീതമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പം അതിനുശേഷം നല്ലോണം തീ കുറച്ച് വെക്കാം. അല്ലെങ്കിൽ കരിഞ്ഞ് പോകണം. അത് കരിഞ്ഞിട്ട് ഉള്ളിൽ വേകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടിഭാഗം ഏകദേശം വെന്തെന്ന് കണ്ടാൽ നമുക്കത് മറിച്ചിട്ട് എടുക്കാം. അപ്പം ഇപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കത് കോരി മാറ്റാം. അപ്പം നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്